നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ബോർഡിൽ എഴുതാം. നമ്മൾ WKB അപ്രോക്സിമേഷനാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ എന്താണ് WKB അപ്രോക്സിമേഷൻ എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓക്കെ, so you should know whether what happens to the general solution of Schrodinger equation when the energy of the particle is larger than the potential and smaller than the barrier potential. ഓക്കെ, നമുക്ക് രണ്ട് തരം കേസുകൾ നമ്മൾ അനലൈസ് ചെയ്തു. ഒന്ന് ഇതുപോലത്തെ ഒരു സ്റ്റെപ്പ് കൈൻഡ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, so you can say that this is some V0 and this is 0 and this is the x-axis. So a particle is coming, and if the particle, of course there is no energy here, I mean there is no potential energy here, so it should be a free particle. Okay, അത് ഈ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ whether if E is smaller than V0 then it should be a decay tail like this. Okay, and if E is larger than V0 then it should be a larger wavelength one here. Okay, so this is two different cases which we discussed. Okay, this is for the case for E which is greater than V0, and this is for E smaller than V0. Okay, so I can write the general wave function forms. For example, this is of the form of e raised to I kx. Okay, which is I consider this is a particle traveling to right is assigned by a plus sign here, e raised to plus I kx, and this one should be e raised to minus kx. This is exponentially decaying one. Okay, and this is again e raised to plus I k prime, so another k, it's different k. So ഈ കെയും ഈ കെയും രണ്ടാണ്. അങ്ങനെ ഇതാണ് ജനറൽ സൊല്യൂഷൻ. എങ്കിലും ഇവിടുത്തെ V0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല, പക്ഷേ ഒരു സ്ലൈറ്റ്ലി വാരിയിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ആണെങ്കിൽ കൂടി നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇച്ചിരി വാരിയിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ അതൊക്കെയാണ്. So now this is an x dependent potential അല്ലേ, എല്ലായിടത്തും V0 അല്ല, ബട്ട് ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി വാരിയിങ് പൊട്ടൻഷ്യൽ. അങ്ങനെയാണെങ്കിലും നമുക്ക് വി ക്യാൻ റീറ്റെയിൻ ദിസ് കൈൻഡ്സ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് WKB അപ്രോക്സിമേഷൻ. ഓക്കെ ഓക്കെ സോ അതിൻ്റെ ആദ്യം അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതണം. അതായത് ദിസ് മെത്തേഡ് ഇസ് എ ടെക്നിക് ഫോർ ഒബ്റ്റെയിനിങ് ദ അപ്രോക്സിമേറ്റ് സൊല്യൂഷൻ ഓഫ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാനത് എഴുതാം. This method is used to find approximate solutions to the time independent equations in one dimension. This is അതാണ് അതിൻ്റെ ഏറ്റവും പർട്ടിക്കുലർ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ. വൺ ഡയമെൻഷന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ വൺ ഡയമെൻഷൻ ഉപയോഗിക്കാന്ന് പറയണമെങ്കിൽ വേറൊരു കേസിൽ നമുക്ക് ഇപ്പം 3 ഡയമെൻഷണൽ കേസിൽ തന്നെ അതിൻ്റെ റേഡിയൽ പാർട്ടിന് വേണമെങ്കിൽ ഉപയോഗിക്കാം. സോ ഇൻ 3D കേസിൻ്റെ റേഡിയൽ പാർട്ടിന്, അതും ഒരു വൺ ഡയമെൻഷണൽ കേസാണ്, കാരണം റേഡിയൽ പാർട്ടിൽ ആര് മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ വേരിയബിളേ ഉള്ളൂ അല്ലേ. ആ റേഡിയൽ പാർട്ടിനും നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബേസിക്കലി വി കനോട്ട് സെക്കൻഡ് ക്ലാസ്സിലാണ് കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ശരി, ഓക്കെ.
സോ മുഴുവനായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിന് നമുക്ക് WKB അപ്രോക്സിമേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ കാരണം? അതൊരു 3 ഡയമെൻഷണൽ പ്രോബ്ലമാണ്. പക്ഷേ അതിൽ തന്നെ എന്താണ് പിന്നെ അതിൻ്റെ റേഡിയൽ പാർട്ട് സൊല്യൂഷന് വേണ്ടി മാത്രമായിട്ട് നമുക്ക് ആര് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഈ പറയുന്ന WKB അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് another thing. Okay, so this is the essential idea. And also this is used in calculating the bound state energies as well as the tunneling rates through the potential barriers. അതും കൂടെ നമ്മൾ ഇത് കണ്ടുപിടിക്കാറ്, അതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അടുത്ത പേജിൽ എഴുതാം. അതുപോലെ പാർട്ടിക്കിളുകളുടെ എനർജിയുടെ ഡിപ്പെൻഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. എല്ലാം ഞാൻ എഴുതാം. The uses of this. ഒന്ന്, to find the bound state energies and their n എന്താണ് ഈ ഡിപ്പെൻഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നമ്മളിപ്പം പൊട്ടൻഷ്യൽ വെല്ലാണെങ്കിൽ എനർജി ഗോസ് ലൈക്ക് n² ആണ്. ഹാർമോണിക് ഓസിലേറ്റർ ആണെങ്കിൽ എനർജി ഗോസ് ലൈക്ക് n ആണ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റ് ആണെങ്കിൽ എനർജി ഗോസ് ലൈക്ക് 1/n² ആണ്. ആ എനർജിയുടെ ഡിപ്പെൻഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, 2 എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ ടണലിംഗ് റേറ്റ്സ് ത്രൂ വിച്ച് പൊട്ടൻഷ്യൽ ടു ഫൈൻഡ് ദ ടണലിംഗ് റേറ്റ്സ് ത്രൂ പൊട്ടൻഷ്യൽ ബാരിയേഴ്സ്. അത് ബൗണ്ട് അല്ലാത്ത സ്റ്റേറ്റുകളിൽ പിന്നെ നമുക്ക് അറിയേണ്ടത് അത് ടണൽ ചെയ്ത് പോവുകയാണെങ്കിൽ എത്രയാണ് ടണലിംഗ് റേറ്റ് എന്നുള്ളതാണ്. അത് ചെയ്യാനും നമുക്ക് ആരും ഉപയോഗിക്കാം, WKB അപ്രോക്സിമേഷൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എങ്ങനെയാണ് WKB അപ്രോക്സിമേഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ വി ആർ ടേക്കിംഗ്, നമ്മൾ എഴുതിക്കോ, അടുത്ത പേജോട്ട് എഴുതാം. സോ അവർ ഡെറിവേഷൻ സ്റ്റാർട്ട്സ് ഹിയർ. സോ വി ആർ ടേക്കിംഗ് ആൻഡ് imagine a particle of energy E okay, moving through a region where V of x is roughly a constant. Okay, so if E is greater than V of x or whatever V, okay, എന്തായിരിക്കും വേവ് ഫംഗ്ഷൻ്റെ ഫോം? എന്തായിരിക്കും? ഫോം ഇടോ? V of x ഉണ്ട്, പക്ഷേ V of x is roughly a constant, that is V is the constant. If E is larger than V, എന്തായിരിക്കും നമ്മുടെ വേവ് ഫംഗ്ഷൻ്റെ ഫോം? എന്തായിരിക്കും? ആരും ഒന്നും പറയാത്തെന്താ? അല്ലേ, അതല്ലേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത്. പറയുന്നുണ്ടോ? ഓസിലേറ്ററി അല്ലേ, വേവ് ഫംഗ്ഷൻ ഇസ് oscillatory wave function. ഓക്കെ, പറയണമെങ്കിൽ നമ്മുടെ ആ വേവ് ഫംഗ്ഷൻ ഓസിലേറ്ററി നമ്മളിങ്ങനെ കൊടുക്കുന്നതാണ്, ദാറ്റ് ഇസ് I of x is equal to, we are writing an amplitude. അപ്പോൾ ഇതാണ് ശരിക്കുള്ള ബേസിക്കലി നമ്മുടെ ഫംഗ്ഷൻ, ദാറ്റ് ഇസ് e raised to plus or minus I k x. Why I am writing plus or minus? Because നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലസ് എന്ന് പറയുന്നത് it is strictly for a particle which is moving to right, and of course you have another solution which is particle moving to left, so this is a superposition of this. Okay, I don't either e raised to plus or minus I k x എഴുതി, and I am imposing an amplitude for this a. ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും അതിന്, whatever be a. ആംപ്ലിറ്റ്യൂഡ് നിർബന്ധമാണ്, കാരണം നോക്കൂ, ഈ വേവ് ഫംഗ്ഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് കാണിക്കുന്നത് ആരൊക്കെയാണ്? ഇത് രണ്ടും കൂടി ചേരുന്നതാണ് അല്ലേ. ഇവിടെ നോക്കുക, പക്ഷേ k എന്ന് പറയുന്നത് 1/length ആണ്, x എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ഈ സാധനത്തിന് ഒരിക്കലും ഡയമെൻഷൻ ഉണ്ടാവില്ല. സോ ഈ വേവ് ഫംഗ്ഷൻ്റെ ഡയമെൻഷനെ തന്നെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം ഇവിടെ വേണം, അതാണ് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് എ ഡയമെൻഷൻ ഓഫ് 1/√of ലെങ്ത്.
Okay. And of course we know the k value is equal to that is equal to square root of 2m into e minus v by h cross square. Okay. അതല്ല സ്ക്വയർ റൂട്ട് പുറത്താണ് എഴുതുന്നതെങ്കിൽ എച്ച് ക്രോസ് എന്ന് മാത്രം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്ററിന് മാത്രം സ്ക്വയർ ഇട്ടാൽ മതി. ദാറ്റ്സ് യുവർ കൺവീനിയൻസ്. ഓക്കെ ഓക്കെ അപ്പം ഇനി ആ അപ്രോക്സിമേഷൻ പറയുന്നത് ഇതാണ്. The wave function is oscillatory with a fixed wavelength lambda equal to 2 pi by. അപ്പോൾ ഈ k അറിയാമെങ്കിൽ you can define a wavelength of this problem that is equal to k ൽ നിന്ന് നമുക്ക് ആരെ എഴുതാം, ലാംഡ എഴുതാം ആ പ്രോബ്ലത്തിൻ്റെ. ദാറ്റ് ഇസ് ഈക്വൽ ടു ലാംഡ ഇസ് ഈക്വൽ ടു 2 pi over k. 2 pi over k. ഓക്കെ, സോ ഇത് പറയുന്നത് ഇതാണ്. ഇഫ് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ല എങ്കിലും ഓക്കെ, ഇഫ് വി ഓഫ് എക്സ് ഈസ് കോൺസ്റ്റൻ്റ് ഫോർ മെനി വേവ് ലെങ്ത്സ്, മെനി ലാംഡാസ്. എന്താണ് ഈ ലാംഡ? ഒരു ലെങ്ത് ആണ് അല്ലേ? അപ്പം നോക്കൂ, ഇതാണ് ലാംഡ എന്ന് പറയുന്ന ആ ലെങ്ത് എന്ന് വയ്ക്കാം. ഓക്കെ, ഇതാണ് ആ ലാംഡ എന്ന് പറയുന്ന ലെങ്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ ലാംഡകൾക്ക് ഈ പൊട്ടൻഷ്യൽ വലിയ മാറ്റം ഇല്ലയെന്ന് വിചാരിക്കാം. പൊട്ടൻഷ്യൽ ഇങ്ങനെ പോവാണ്, പൊട്ടൻഷ്യൽ ഇവിടേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഓവർ മെനി വേവ് ലെങ്ത്സ് ദ ലാംഡ റിമെയിൻസ് ദ സെയിം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ഫങ്ഷൻ ഈസ് എസെൻഷ്യലി എ കോൺസ്റ്റൻറ്റ്. അതിന് ദാറ്റ് ചേഞ്ചസ് വെരി സ്ലോലി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ വേവ് ഫംഗ്ഷൻ തന്നെ ഉപയോഗിക്കാം. ഐ റൈറ്റ് ദി ടെക്നിക്കൽ ടേം ദാറ്റ് ദി ആംപ്ലിറ്റ്യൂഡ് then the amplitude of the wave function changes changes slowly with respect to x. Sir, yes, സ്നേഹയ്ക്ക് കേറാൻ പറ്റണില്ല എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്. ഇപ്പോൾ കയറാൻ പറ്റുമോ? ഒന്ന് ട്രൈ ചെയ്യാൻ പറ. ഇപ്പം ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ദാറ്റ് ഈസ് ഇഫ് യുവർ പൊട്ടൻഷ്യൽ എന്നത് വി ഓഫ് എക്സ് ഈസ് റഫ്ലി എ കോൺസ്റ്റൻറ്റ് ഫോർ ലാർജ് നമ്പർ ഓഫ് ലാംഡാസ്, ദെൻ ദി ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് ഫങ്ഷൻ ഇറ്റ്സ് ആൾസോ വാരി ചേഞ്ചസ് സ്ലോലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ ഇരിക്കാം, കുഴപ്പമില്ല. എക്സ് ചേഞ്ചസ് സ്ലോലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറഞ്ഞെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇറ്റ്സ് ചേഞ്ചിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഇസ് എ എസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എഴുതാം. ആൻഡ് ദിസ് ഇസ് സ്ലോലി വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിനെയാണ് സീറോ ആക്കുന്നത്. ദാറ്റ് ഇസ് ഡി സ്ക്വയർ ഓഫ് എ ഓഫ് എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. എൻ്റെ സൗണ്ട് അങ്ങോട്ട് കയറുണ്ടോ? ഇവിടെ പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്ന സമയത്ത് നന്നാണ്. ഇവിടെ അല്ലേ വൈഫൈ ഇരിക്കുന്നത്, റൂമിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ അപ്രോക്സിമേഷൻ. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇപ്പോൾ ഇതേ
ആറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങൾ ഒരു കാര്യം എഴുതുക. വാട്ട് ഹാപ്പൻസ് ഇഫ് ഇ ഈസ് സ്മോളർ ദാൻ ബി ആണെങ്കിൽ ഇതേ വേവ് ഫംഗ്ഷൻ എഴുതുക, എ തന്നെ എഴുതുക. പക്ഷെ ആരുണ്ടാവില്ല ഇവിടെ, ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ എക്സ് ഉണ്ടാവില്ല. പകരം ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്നാണ് ഉണ്ടാവുക. ഇതേ ആർഗ്യുമെൻ്റ് തന്നെ അവിടെ ഉപയോഗിക്കും. എന്നോട് പറയാം, ഇതേ കാര്യം തന്നെ ഇപ്പം ആർക്കും എഴുതാം. ഇ ഈസ് സ്മോളർ ദാൻ വിക്ക് എഴുതുക. അവിടെ ഓസിലേറ്ററിങ് വേവ് ഫംഗ്ഷൻ എന്നുള്ളതിന് പകരം എന്താ എഴുതുക? എക്സ്പോണൻഷ്യൽ വേവ് ഫംഗ്ഷൻ എഴുതുക. സൈ ഓഫ് എക്സ് ഈ സ്ഥലത്ത് സൈ ഓഫ് എക്സ് ഈക്വൽ ടു എ തന്നെ എഴുതിക്കോ. ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ കെ എക്സിന് പകരം പ്ലസ് ഓർ മൈനസ് കെ എക്സ് എന്ന് എഴുതുക. ഇതേ ആർഗ്യുമെൻ്റ് തന്നെ എഴുതുക. ഇഫ് വി ഓഫ് എക്സ് ഇസ് roughly constant for many lambdas, then the amplitude of the wave function changes slowly with respect to x. That means that the second derivative of ax with respect to x will be equal to 0. അതൊന്ന് എഴുതിയപ്പോൾ തന്നെ മനസ്സിലായോ? എന്താ എഴുതാൻ പറഞ്ഞത് മനസ്സിലായോ? എടോ എഴുതാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ആ സർ. ഓക്കെ. ഓക്കെ, എഴുതിയോ? ഓക്കെ, എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി എഴുതിയോ എല്ലാവരും? എഴുതിക്കൊണ്ടിരിക്കുവാണോ? ഇനി ഇപ്പം നമുക്ക് രണ്ട് റീജിയനുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ്, മറ്റേത് ഇ ഈസ് സ്മോളർ ദാൻ വി ഓഫ് എക്സ്. ഓക്കെ, ഇനി നമുക്കിതിന് രണ്ടിനും രണ്ട് പേരുണ്ട്. ഒന്നിനെ നമ്മൾ വിളിക്കുക ദിസ് ഈസ് ദ ക്ലാസിക്കൽ റീജിയൻ. ഓക്കെ, ഓഫ് കോഴ്സ് ദിസ് ഈസ് ദി നോൺ ക്ലാസിക്കൽ റീജിയൻ.
എന്തുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ റീജിയൻ എന്ന് മറ്റേ നോൺ ക്ലാസിക്കൽ എന്ന് വിളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബേസിക്കലി ക്ലാസിക്കലി ഒരു പറയാം റഫായിട്ട് ഞാൻ പറയാം. അതായത് ഇപ്പോൾ നമുക്ക് ക്ലാസിക്കലി ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബാരിയർ ഉണ്ട്, ഒരു സ്റ്റെപ്പ് ഉണ്ട് നോക്കിയാൽ, ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു ബോളിന് എന്തെങ്കിലും ഇവിടെ വിടുന്നു, ആ ബോളിന് ഇങ്ങനെ ബൗൺസ് ചെയ്ത് അതിൻ്റെ എനർജി സഫിഷ്യൻ്റ് ഇനഫ് ടു ക്രോസ് ദിസ് വിൽ ക്രോസ് അല്ലേ. അതിന് എനർജി താഴെയാണെങ്കിൽ അത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച് ഇവിടേക്ക് തന്നെ വരും. ഓക്കെ, പക്ഷെ ക്വാണ്ടം മെക്കാനിക്കലി അങ്ങനെയല്ല. ക്വാണ്ടം മെക്കാനിക്കലി ഈ പാർട്ടിക്കിൾ എനർജി കൂടുതലാണെങ്കിൽ ഇത് ഓസിലേറ്ററി ആണ്, ഇത് ഓസിലേറ്ററി ആയിട്ട് പൊക്കോളും. ഇനി എനർജി കുറവാണെങ്കിലും ഇത് ടണൽ ചെയ്ത് ഇങ്ങോട്ട് പോകാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. ഇങ്ങനത്തെ ഒരു പ്രോബിലിറ്റി ദിസ് ഈസ് ഓൺലി ഇൻ ക്വാണ്ടം. ക്ലാസിക്കലിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു റീജിയൻ ദിസ് ഇസ് ദി ഈ സ്മോളർ ദാൻ വി ഓഫ് എക്സിന് നമ്മൾ ദിസ് ഇസ് ദി നോൺ ക്ലാസിക്കൽ റീജിയൻ എന്ന് പറയുന്നത്. അതർ വൺ ഈസ് ഹാപ്പൻഡ് ബോത്ത് ഇൻ ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. ഇനി ഇത് രണ്ടും അല്ലാത്ത ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഉണ്ട്, അതാണ് വളരെ ക്രൂഷ്യലായിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്. അത് ഏതായിരിക്കും ഇവിടെ? ഈ ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സും അല്ല, ഈ സ്മോളർ ദാൻ വി ഓഫ് എക്സും അല്ലാത്തൊരു റീജിയൻ ഉണ്ട് നമുക്ക്. അത് ഏതായിരിക്കും? പറയാമോ ആർക്കെങ്കിലും? ഹലോ, കേൾക്കുന്നില്ലേ? എടോ, കേൾക്കുന്നില്ലേടോ? യെസ്, എന്നാ പറ. ഈ ഈസ് ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സും അല്ല, ഈ സ്മോളർ ദാൻ വി ഓഫ് എക്സും അല്ലാത്ത ആ സ്ഥലം പിന്നെ ആരാണ്? എക്സാക്ട്ലി, ദാറ്റ് ഇസ് ഈക്വൽ ടു വി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ക്രിട്ടിക്കൽ റീജിയൻ നമുക്കുണ്ട്. ഒരു പോയിന്റ് ആണത്, ഈസ് ഈക്വൽ ടു വി ഓഫ് എക്സ്. എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ എഴുതിയ ഒരു കെ എഴുതിയിരുന്നു അല്ലേ? കെ എന്ന് പറയുന്നത് എന്താണ്? കെ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് വി ബൈ എച്ച് ക്രോസ് സ്ക്വയർ ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിൽ നിന്ന് യു ക്യാൻ ഹാവ് എ ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു 2π ബൈ കെ, അല്ലെങ്കിൽ 2π ബൈ കെ എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ വരും, 2π ഇൻറ്റു കെ ബൈ കെ എന്ന് പറയുമ്പം ദാറ്റ് ഈസ് ബൈ റൂട്ട് ഓഫ് 2m ഇൻറ്റു ഇ മൈനസ് വി. ഓക്കെ, യു ഹാവ് എൻ എച്ച് ക്രോസ് ഇൻ ദ അപ്പർ സൈഡ്. ഓക്കെ, നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? കുറേ ലാംഡകൾക്ക് ആര് സെയിം ആണെന്ന്, പൊട്ടൻഷ്യൽ സെയിം ആവുകയാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദി ലാംഡ വെൻ ഇ ഈക്വൽ ടു വി. ഇ ഈക്വൽ ടു വി ആവുന്ന സമയത്ത് ലാംഡയുടെ വാല്യൂ എന്താവിടോ? ഇവിടെ ഇ ഈക്വൽ ടു വി വന്നാൽ വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് ലാംഡ? എന്തായിരിക്കും ലാംഡ? അല്ലേ, ലാംഡ എന്ന് പറയുന്നത് 2π ബൈ കെ ആണ്. So I have wrote it 2π h cross by square root of 2m into e minus v. So what happens to lambda when e equals v? Infinity. That lambda goes to infinity. Okay. അപ്പോൾ ഇൻഫിനിറ്റി ലാംഡ ആണെങ്കിൽ ഒരുപാട് ലാംഡകൾക്ക് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതിൽ യാതൊരു മീനിങ്ങും വരില്ല. ദാറ്റ് ക്യാൻ നെവർ ഹാപ്പൻ. ഓക്കെ, സോ ആ ഒരു പോയിന്റിൽ ഈ ഈക്വൽ ടു വി എന്ന് പറയുന്ന പോയിന്റിൽ WKB ഇൻഡീഡ് ബ്രേക്സ് ഡൗൺ. ഓക്കെ, സോ അതിനെ നമ്മൾ വിളിക്കുക, അതിനൊരു ബ്രേക്ക് ഡൗൺ റീജിയൻ തന്നെയാണ് ക്ലാസിക്കലിൻ്റെ ഇതിലുള്ളത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് നമുക്ക് ഇത് രണ്ടിൻ്റെയും സൊല്യൂഷനെ ക്ലബ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണക്ഷൻ ഫോർമുലാസ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, അതിനൊരു പേരുണ്ട്, അതിന് ദിസ് ഈസ് വാട്ട് വി കോൾ ദ ടേണിംഗ് പോയിന്റ്. ഈ ഈക്വൽ ടു വിക്ക് നമ്മൾ വിളിക്കുന്ന പേര് ദിസ് ഇസ് ദ ടേണിംഗ് പോയിന്റ്. അപ്പോൾ നമുക്ക് 3 തരം സ്ഥലങ്ങളാണ് നമുക്ക് കൺസിഡറേഷൻ ഉള്ളത്. ഒന്ന്, യു ഹാവ് എ ക്ലാസിക്കൽ റീജിയൻ വെർ ഇ ഈസ് ലാർജർ ദാൻ വി ഓഫ് എക്സ്. ഒന്ന്, യു ഹാവ് എ നോൺ ക്ലാസിക്കൽ റീജിയൻ വെർ ഇ ഈസ് സ്മോളർ ദാൻ വി ഓഫ് എക്സ്. ആൻഡ് ഓഫ് കോഴ്സ് യു ഹാവ് എ ടേണിംഗ് പോയിന്റ് വിച്ച് ബ്രിഡ്ജസ് ദീസ് ടു. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ബട്ട് യു ക്യാൻ യൂസ് ഇൻ ദ ക്ലാസിക്കൽ നോൺ. നമ്മൾ ജനറലി ഡെറിവേഷന് നമ്മൾ ക്ലാസിക്കൽ റീജിയൻ ഡെറിവേഷനാണ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ നോൺ ക്ലാസിക്കൽ ചോദിച്ചാൽ തന്നെയും നിങ്ങൾ ക്ലാസിക്കൽ എഴുതിയിട്ട് യു ക്യാൻ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോൺ ക്ലാസിക്കൽ ചെയ്യാം എന്ന് ആർഗ്യൂ ചെയ്യാവുന്നതും ആണ്. ഓക്കെ, സോ നമ്മൾ ക്ലാസിക്കൽ റീജിയൻ്റെ ഡെറിവേഷനാണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഹെഡിങ് എഴുതിക്കോ, വേവ് ഫംഗ്ഷൻ ഫോർ ദി ക്ലാസിക്കൽ റീജിയൻ.
ഓക്കെ, എന്താണ് ക്ലാസിക്കൽ റീജിയൻ്റെ കണ്ടീഷൻ? ദാറ്റ് ഈസ് ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ്. ഇ ഈസ് ഗ്രേറ്റർ ദാൻ വി ഓഫ് എക്സ് ആണ് കണ്ടീഷൻ. ഓക്കെ, okay. So we are going to write the Schrodinger equation first. നമ്മൾ ആദ്യം Schrodinger equation എഴുതും. എങ്ങനെയാണ് ഇതിൻ്റെ ഡെറിവേഷൻ വരുന്നത് നോക്കിക്കോ. Schrodinger equation എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ന് എഴുതിയ എല്ലാവരും മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m d സ്ക്വയർ psi over dx square plus this v of x into psi psi. Okay. ഓക്കെ, നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. അതായത് വി കീപ് ദി ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ടേം ഇൻ വൺ സൈഡ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? മൈനസ് ഓഫ് 2m by h cross square have e minus v of x into psi. Okay, and here I would like to take നമ്മൾ കെ എന്നാണ് ഇതിനെ എഴുതാറ് അല്ലേ? കെ എന്നാണ്, കെ സ്ക്വയർ എന്നാണ് ഈ സാധനത്തിന് എഴുതാറ്. കെ എന്ന് പറയുന്നത് ബേസിക്കലി എച്ച് ക്രോസ് കെ എന്ന് പറയുന്നത് ആരാണ്? പി ആണ്, മൊമെൻറ്റം. സോ വി റീറൈറ്റ് കെ ഇൻ ടേംസ് ഓഫ് പി ബൈ എച്ച് ക്രോസ് എന്നുള്ള രീതിയിൽ മൊമെൻറ്റത്തിൻ്റെ ടേംസിലാണ് നമ്മൾ എഴുതുന്നത്, ലീനിയർ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ. ഓക്കെ, സോ ദർ വിൽ ബി എൻ എച്ച് ക്രോസ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ എച്ച് ക്രോസ് സ്ക്വയറിന് മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ പി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ psi. So what will be p? P is equal to square root of 2m into e minus v of x. ഓക്കെ, നമ്മൾ നേരത്തെ കെ എഴുതിയ അതേ ആർഗ്യുമെൻ്റ് തന്നെയാണ്, പക്ഷേ ഇൻ ടേംസ് ഓഫ് കെക്ക് പകരം മൊമെൻറ്റത്തിൻ്റെ ടേംസിലാണ് എഴുതുന്നത് എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, വി വിൽ ടെൽ വൈ ദിസ് ഇസ് സോ. ഓക്കെ, സോ ദിസ് ഇസ് ഡി സ്ക്വയർ psi ഓവർ ഡി എക്സ് സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ psi. ഓഫ് കോഴ്സ് ഇതിൽ പിയുടെ ഉള്ളിൽ ആരുണ്ട്? വി ഓഫ് എക്സ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നാണ്. സോ ഡെഫിനറ്റ്ലി പി ഈസ് നോട്ട് എ പി, ഇറ്റ്സ് എ പി ഓഫ് എക്സ്. പിയും ഒരു വേരിയബിളാണ്. ഓക്കെ, സോ ഐ റൈറ്റ് ദിസ് ഇസ് എ പി ഓഫ് എക്സ്, പി ഓഫ് എക്സ് സ്ക്വയർ. ഓക്കെ, സോ നമ്മുടെ റീജിയണിലെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് അസ്യൂം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. And that is equal to, we have a wave function, classical region ആണ്. The assumed wave function is psi, which is equal to a of x e raised to I. K നമുക്ക് അറിയാത്തതുകൊണ്ട് I am writing it's a variable, that is phi of x. ഇങ്ങനെ ഒരു ജനറൽ സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. സോ ലേറ്റർ ഓൺ വി ക്യാൻ സോൾവ് ഫോർ phi of x and a of x. കെ എന്നുള്ള എഴുതുന്നതിന് പകരം ഞാൻ ഐ എം റൈറ്റിംഗ് ഇറ്റ്സ് എ വെരി ജനറൽ സൊല്യൂഷൻ. ആൻഡ് ഇങ്ങനെ ജനറൽ സൊല്യൂഷൻ എഴുതുന്നതിന് ഒരു പ്രത്യേക പേര് പറയുക. കാരണം ഇത് ഈ ഭാഗത്തിനെ നമ്മൾ വിളിക്കുക അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നാണ്. നിങ്ങൾക്കറിയാം അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. ക്യാൻ എനിവൺ ടെൽ മീ വാട്ട് വിൽ ബി ദ phi of x പാർട്ട് ഇസ് നോൺ? ഇതിനെന്താ വിളിക്കാം? സാധാരണ ഒരു ജനറൽ എ ഇ റേസ് ടു ഐ തീറ്റ ഫംഗ്ഷനിൽ എ എന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ആൻഡ് വാട്ട് ഇസ് ദ തീറ്റ? Phase factor. Exactly, that is the phase factor. So this is the phase factor and this is the amplitude. Okay, so phi of x ആണ് നമ്മുടെ phase, a of x ആണ് നമ്മുടെ amplitude. Okay, ഇനി നിങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കോ, നമ്മൾ ഈ ഇക്വേഷനിൽ സൈക്ക് പകരമാണ് ആരെ കൊടുക്കാൻ പോകുന്നത്? ഇതിനെ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സൈക്ക് പകരം നമ്മളിത് കൊടുക്കും. സോ ഓഫ് കോഴ്സ് നോക്ക്, ഇവിടെ ഒരു എ ഓഫ് എക്സ് ഉണ്ട്, സൈ ഓഫ് എക്സ് ഉണ്ട്. ഒരു ഡെറിവേറ്റീവ് കാണുമ്പം എ ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവും വരും, phi of x-ൻ്റെ ഡെറിവേറ്റീവും വരില്ലേ? ഓക്കെ, സെക്കൻഡ് ഡെറിവേറ്റീവിൽ അതൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഒരു ടേം വരും. എങ്ങനത്തെ?
a term like d square a of x by dx സ്ക്വയർ എന്നൊരു ടേം വരും. ആ ടേം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആംപ്ലിറ്റ്യൂഡിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ എന്താക്കുന്നത്, അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് സീറോ ആക്കുന്നത്. ഓക്കെ, ആ അപ്രോക്സിമേഷനോട് കൂടെ നിങ്ങൾക്ക് എ ഓഫ് എക്സിനും ഫൈ ഓഫ് എക്സിനും രണ്ട് ഇൻഡിവിജ്വൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി കിട്ടും. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മളിപ്പം വേവ് ഫംഗ്ഷന് ഒരു അസംഷൻ എടുത്തു വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് എ ഫേസ്. ഓക്കെ, ആൻഡ് വി വിൽ പ്ലഗ് ദിസ് വേവ് ഫംഗ്ഷൻ ടു this Schrodinger equation, the newly formed Schrodinger equation, which is in terms of the momentum. Okay, and then we write this I and we find the derivatives, at which a point we will find this d square ax by dx square. This is the second derivative of the amplitude with respect to x, and we put that equal to 0. This is the approximation. ഇതാണ് നമ്മുടെ കാരണം വി ഓഫ് എക്സ് വെരി സ്ലോലി വാരി ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ പറയാൻ പോകുന്ന അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ദിസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ തുടങ്ങാം. നിങ്ങൾ ആദ്യം സൈഡ് രണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചേ, അത് നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. യു ഫൈൻഡ് ആദ്യം ഡി സൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക, ദെൻ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കൂ, ഒരെണ്ണം ഞാൻ കാണിക്കാം. സോ ദിസ് സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ax into e raised to I phi of x. So first of all I am going to find d psi over dx. എന്താ വരിക? ആദ്യം എ എക്സിന് അങ്ങനെ തന്നെ എഴുതി. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു ഐ ഫൈ ഓഫ് എക്സ് തന്നെ ഇൻറ്റു ഐ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫൈ ഓഫ് എക്സിന് ഞാൻ ഫൈ പ്രൈം ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഫൈ പ്രൈം ഡി ഫൈ ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ദെൻ പ്ലസ് വി ഹാവ് ഇ റേസ് ടു ഐ ഫൈ ഓഫ് എക്സ് ഉണ്ട് into derivative of a of x, that is a prime of x. Okay, അപ്പോൾ a prime of x എന്ന് വെച്ചാൽ basically what I have written a prime of x is actually dax by dx ആണ്. phi prime എന്ന് വെച്ചാൽ എന്താണ്, d phi by dx ആണ്. ഓക്കെ, സോ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, അതായത് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ വരുമ്പം ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് കൂടി വരും. ദാറ്റ് വിൽ ബി സം എ ഡബിൾ പ്രൈം എക്സ്. And that is nothing but d square ax by dx square, and that is equal to 0. Okay, now d square psi by dx കണ്ടുപിടിക്കലാരും. ചെയ്യാൻ പറ്റുന്നുണ്ടോ? സോ അടുത്ത ഡെറിവേറ്റീവ് വരുമ്പോൾ നമ്മൾ ഫൈ പ്രൈമിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ യൂസ് ഫൈ ഡബിൾ പ്രൈം, എയുടെ ഡെറിവേറ്റീവ് എ പ്രൈം. സോ യു ഹാവ് എ ലാർജ് നമ്പർ ഓഫ് ടേംസ്. എല്ലാ ടേമിലും ആര് കോമൺ ആയിരിക്കും? എടോ, എല്ലാ ടേമിലും ആര് കോമൺ ആയിരിക്കും?
സെക്കൻഡ് ഡെറിവേറ്റീവിൽ എല്ലാ ടേമിലും ഉള്ള ഒരു കോമൺ ഫാക്ടർ ഇല്ലേ? ആരത്? ഇ റേസ് ടു ഐ ഫൈവ് എഫ് എക്സ് ദാറ്റ്സ് കോമൺ. അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് കോമൺ ആക്കി എടുക്കാം. ഇ റേസ് ടു ഐ ഫൈവ് ഓഫ് എക്സ്. പിന്നെ ബാക്കിയുള്ളവരെ ഞാൻ എഴുതാം, നിങ്ങൾക്ക് തന്നെയാണോ കിട്ടി നോക്ക്. യു ഹാവ് ആൻ എ ഡബിൾ പ്രൈം ഓഫ് എക്സ്. 0 ആക്കാറായിട്ടില്ല, നമുക്ക് അടുത്ത സ്റ്റെപ്പിലാക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എഴുതി വെക്കാം. ദാറ്റ് ഇസ് 2i എ പ്രൈം എക്സ് 5 പ്രൈം എക്സ് പ്ലസ് ഐ എ of x 5 double prime of x minus a into 5 prime of x the whole square. എങ്ങനെയാണോ കിട്ടിയത്? ഓക്കെ. ഓക്കെ, ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയറിന് എടുത്തിട്ട് നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ കൊടുക്കുക. കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കൊടുത്തോ. ഷ്രോഡിഞ്ചർ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം. ഞാൻ ഓഫ് എക്സ് എന്നുള്ളത് തൽക്കാലത്തേക്ക് ഒഴിവാക്കുകയാണ്. ഇനി കുറച്ച് നേരം ഓഫ് എക്സ് എന്നുള്ളത് ഇസ് അണ്ടർസ്റ്റുഡ്. 2i എ പ്രൈം 5 പ്രൈം പ്ലസ് ഐ എ 5 ഡബിൾ പ്രൈം മൈനസ് എ ടൈംസ് 5 പ്രൈം ദി ഹോൾ സ്ക്വയർ ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ എ. ഇനി നോക്കൂ, ഇതിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റിയൽ ടേമുകളുണ്ട്, ഇമാജിനറി ടേമുകളുണ്ട്. സോ ദീസ് ടു ടേംസ് ആർ ഇമാജിനറി ടേംസ് ആൻഡ് ദീസ് ടു ടേംസ് ആർ റിയൽ ടേംസ്. ഓക്കെ, ഇപ്പോഴത്തെ ആരും മാത്രമേ ഉള്ളൂ, റിയൽ മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ ഇക്വേറ്റ് ദ കോഎഫിഷ്യൻസ് ഓഫ് റിയൽ ടു റിയൽ ആൻഡ് ഇമാജിനറി ടു ഇമാജിനറി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പുറത്തുള്ള റിയൽ ക്വാണ്ടിറ്റീസിനെ ഇവിടുത്തെ റിയൽ ക്വാണ്ടിറ്റീസായിട്ട് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെയുള്ള ഇമാജിനറിയുടെ കോഎഫിഷ്യൻസിനെ ഇവിടുത്തെ ഇമാജിനറിയുടെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടുത്തെ ഇമാജിനറി കോഎഫിഷ്യൻസ് ഒന്നുമില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് യു വിൽ ഹാവ് എ കപ്പിൾ ഓഫ് ഇക്വേഷൻസ് യു വിൽ ഗെറ്റ്. ലെറ്റ് us see what it is. हम इक्वेट ചെയ്തേ. ലീവാണ്. Consider this elements as a function of the norm of partition P. Norm arguments is the this is defined as if there exists a real number A such that for every epsilon greater than 0 there exists a delta greater than 0
that modulus of S of P minus L is less than epsilon for all partitions with the norm less than delta. Then we say that f is finite variable on A and this number is only integral of f. Then integral a to b x dx is another and that is finite variable. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിട്ടാൽ പോരെ ലിമിറ്റ് കിട്ടിയോ? 2 ഇക്വേഷൻ കിട്ടിയോ? ഒരു ഇക്വേഷൻ ഇങ്ങനെ ഇരിക്കും. ഷാൽ റൈറ്റ് ദാറ്റ് ഈസ് എ ഡബിൾ പ്രൈം മൈനസ് എ ഇൻറ്റു 5 പ്രൈം സ്ക്വയർ. അതാണ് ഇവിടുത്തെ റിയൽ പാർട്ട്. ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ എ. This is one equation. And another one is 2a prime 5 prime. We don't need to take I because we are taking only the coefficient of it. Okay, 2a prime 5 prime plus a 5 double prime equal to എന്താണ് വരിക? Zero exactly. Okay. അപ്പോൾ ഇവിടെയാണ് നമ്മളിനി അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നതിന് ഇതിനെ ഐ ക്യാൻ റൈറ്റ് ദിസ് ഈസ് ഈക്വൽ ടു എ ഡബിൾ പ്രൈം വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 5 പ്രൈം സ്ക്വയർ മൈനസ് പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്നെഴുതി കൂടെ. ഞാൻ ഈ ടേമിനെ മുഴുവനായിട്ട് ഇപ്പുറം കൊടുന്നു. എ രണ്ടിലും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ യു ഹാവ് എ 5 പ്രൈം സ്ക്വയർ മൈനസ്. സോ നൗ വി ആർ റൈറ്റിംഗ് ദിസ് എ ഒരു സെക്കൻഡ്. ഓക്കെ, നമ്മുടെ സീറോ ഓക്കെ. സോ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മൾ ഇമ്പോസിങ് ദി കണ്ടീഷൻ ദാറ്റ് അവർ എ ഡബിൾ പ്രൈം ഇസ് ഈക്വൽ ടു 0. അതാണ് നമ്മുടെ കണ്ടീഷൻ WKB അപ്രോക്സിമേഷൻ. അതിൻ്റെ അർത്ഥം ദാറ്റ് ഈസ് എ ഇൻറ്റു ദിസ് ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു 0. So amplitude cannot be 0, so this quantity should be equal to 0, means 5 prime square should be equal to p square by h cross square. Okay, अथवा 5 prime equal to plus or minus p by h cross. Plus or minus p by h cross. Okay, and what is 5 prime? 5 prime is nothing but the d phi by dx. Okay, so d phi ഇതാണ് നമ്മുടെ ഒരു equation. Of course you can integrate this and find this phi that we will do in a moment. Okay, അപ്പോൾ integrate എന്താ വരിക? നമുക്ക് phi ഒന്ന് കിട്ടി. That is we can integrate this and we will get phi of x which is equal to
എന്തായിരിക്കും വരിക? Okay. So, since f is So you can just simply integrate this, that is plus or minus integral p. P എന്ന് പറയുന്നത് actually p of x ആണ്, p of x dx, and you have a h cross. Okay. So basically we wrote is plus or minus 1 by h cross p of x dx. So h cross നെ വേണമെങ്കിൽ പുറത്തേക്ക് എഴുതാം. That is our convenience. Okay. Oh, okay, of course this is a 1 by, so you have a, okay, ഞാൻ മാറ്റി എഴുതാം. y of x കിട്ടിട്ടോ. ഇനി നമുക്ക് ആരാ വേണ്ടത്? a of x കൂടി വേണ്ടേ? This is equal to plus or minus 1 by h cross integral p of x dx. അല്ലേ? അതെ. Okay. ഇനി ആരെ കണ്ടുപിടിക്കേണ്ടത്? So this is first part of the solution. So now try the second part. അടുത്ത ഭാഗം ഒന്ന് ചെയ്ത് നോക്കി. So next question is this 2a prime 5. ഇതിൽ എന്തെങ്കിലും അപ്രോക്സിമേറ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. ഇതിൽ there is no a double prime in this equation, and so you have to solve it everything. Okay. നോക്കി എന്താ വരിക? ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ ഇച്ചിരി എളുപ്പത്തിൽ ചെയ്യാൻ വഴിയുണ്ട്. അതായത് നമുക്ക് എന്താണ് 2a പ്രൈം 5 പ്രൈം പ്ലസ് a 5 ഡബിൾ പ്രൈം ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, ഇതിന് എനിക്ക് ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു a സ്ക്വയർ 5 പ്രൈം ദി ഹോൾ പ്രൈം is equal to 0. നോക്കൂ, എൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ അതായത് a സ്ക്വയർ 5 പ്രൈം ടോട്ടൽ ഡെറിവേറ്റീവ് വെച്ചാൽ ആദ്യം a സ്ക്വയർ ഡെറിവേറ്റീവ് 2a പ്രൈം ഒരു സെക്കൻഡ്, that is 2a into a prime പ്ലസ് അല്ല ഇതിനെന്താ വരിക? ഓക്കെ, സോ ഇങ്ങനെയാണ് എഴുതുന്നത് എങ്കിൽ so I can write this is equal to 2a into a prime plus a square into 5 ഡബിൾ പ്രൈം ഈക്വൽ ടു 0 എന്നാണ് വരിക അല്ലേ? സോ ഐ ക്യാൻ പുൾ ഔട്ട് 1a, a into 2a prime plus a5 double prime equal to 0. Okay, so of course I know a is not equal to 0, so I can write this 2a prime plus a5 double prime equal to 0. That is the equation. ഈ ഇക്വേഷൻ ഈക്വൽ ടു 0 എന്നുള്ളതിനെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? a സ്ക്വയർ ഇൻറ്റു 5 പ്രൈം ഓൾ പ്രൈം ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് എ 2a ഇൻറ്റു a പ്രൈം പ്ലസ് സം a സ്ക്വയർ ഇൻറ്റു 5 ഡബിൾ പ്രൈം ഈക്വൽ ടു 0. സോ ഇഫ് യു പുൾ ഔട്ട് എൻ a, so you have a into this quantity equal to 0. So a is never 0, so this quantity equal to 0 എന്ന് പറയുന്ന പഴയ ഇക്വേഷനിലേക്ക് തിരിച്ചു. ഓക്കെ, സോ a സ്ക്വയർ 5 പ്രൈം ഹോൾ പ്രൈം ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a സ്ക്വയർ 5 പ്രൈം ഈസ് എ കോൺസ്റ്റന്റ് എന്നാണ് അർത്ഥം അല്ലേ? ഒരു സ്ഥലത്തിന് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് a square 5 prime which is equal to a constant c, for better convenience I am writing c square. Okay, so a square 5 prime is equal to c square, or a is equal to c square by 5 prime, so that is c square in the root of c by square root of 5 prime. Okay, 5 prime നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് 5 prime? 5 prime is this. So we can use that 5 prime here. Okay.
സോ നമ്മുടെ രണ്ട് സൊല്യൂഷനും കിട്ടി, എയും കിട്ടി, ആരും കിട്ടി, ഫൈയും കിട്ടി, ഓക്കെ, ഫൈ പ്രൈമും കിട്ടി, എല്ലാ കാര്യങ്ങളും കിട്ടി. നമുക്ക് നമ്മുടെ സൊല്യൂഷനിലേക്ക് തിരിച്ചു വരാം. എന്തായിരുന്നു നമ്മുടെ സൊല്യൂഷൻ എന്നുള്ളത് നോക്കി. ഓക്കെ, സൊല്യൂഷൻ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ എക്സ് I into phi of x എന്നായിരുന്നു. ഓക്കെ, സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് എ ഓഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയത്? ഇപ്പം എ ഓഫ് എക്സിന് വരെ കിട്ടിയത് സി ബൈ ഫൈ ഡബിൾ പ്രൈം, സി ഡൈ ഫൈ പ്രൈം റൂട്ട് ഓഫ് ഫൈ പ്രൈം. ഫൈ ഓഫ് എക്സിന് വരെ കിട്ടിയത് പ്ലസ് ഓർ മൈനസ് 1 ബൈ എച്ച് ക്രോസ് ഇൻറ്റഗ്രൽ പി ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, യു ക്യാൻ പ്ലഗ് ദിസ്. അപ്പം അതിൽ ഫൈ ഓഫ് എക്സ് ഫൈ പ്രൈം കൊടുക്കുമ്പോൾ എന്ത് വരും? ഫൈ പ്രൈം എന്ന് വെച്ചാൽ ആരാണ് നമ്മൾ എഴുതിയത്? ഫൈ പ്രൈം ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് പി ബൈ എച്ച് ക്രോസ് അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു സി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പ്ലസ് ഓർ മൈനസ് പി ബൈ എച്ച് ക്രോസ്. ചെറിയ എന്ത് പ്രശ്നമുണ്ടല്ലോ. Okay, into e raised to plus or minus 1 by h cross എന്നുള്ളത് കൂടെ i കൂടെ വരുമ്പോൾ പ്ലസ് ഓർ മൈനസ് i by h cross ഇൻറ്റഗ്രൽ p of x dx. ഓക്കെ, സോ ഇതിലൊരു പ്ലസ് ഓർ മൈനസ് സൈൻ ഉണ്ട്, ഒരു എച്ച് ക്രോസ് ഉണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ട് ഐ ആം ഇംപ്രൊവൈസിങ് ദി കോഎഫിഷ്യൻ c to a larger c or a c prime. So c prime by square root of p of x, of course this is p of x, into e raised to plus or minus I by h cross p of x dx. ഇതാണ് നമ്മുടെ റിക്വയർഡ് WKB wave function for the region E is larger than V of x. Okay, ഇതേപോലെ you try it for E is smaller than V of x. അവിടെ വരാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് ബാക്കിയൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഇവിടെ ഈ I എന്നുള്ള സാധനം ഉണ്ടാവില്ല, I ഉണ്ടാവില്ല. ബാക്കിയെല്ലാം വിൽ ബി സംവാട്ട് സിമിലർ ടു ദിസ്. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇതേ പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾ നോൺ ക്ലാസിക്കൽ റീജിയണിനും വേവ് ഫംഗ്ഷൻ ട്രൈ ടു ഡിറൈവ് ദ വേവ് ഫംഗ്ഷൻ. ഓക്കെ, ആൻഡ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അടുത്ത് ദിവസം ചെയ്യും. അപ്പോൾ ഇത്രയും വേവ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാന്നുള്ളതാണ് WKBയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള എസ്സേ. അടുത്തത് അതിൻ്റെ എനർജി ക്വാണ്ടിസേഷൻ ആണ്. അത് കഴിഞ്ഞാൽ കണക്ഷൻ ഫോർമുലയാണ്. ഈ 3 കാര്യങ്ങൾ ചെയ്യാനുള്ളൂ, പിന്നെ പ്രോബ്ലംസ് മാത്രമേ ചെയ്യാനുള്ളൂ. സോ ഒരു ക്ലാസ്സും കൂടെ മതി നമുക്ക് WKB തീർക്കാൻ. മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് പറ്റിയെങ്കിൽ ഇന്ന് തന്നെ എപ്പോഴെങ്കിലും ഒരു ക്ലാസ് കൂടെ വെക്കാം പറ്റിയെങ്കിൽ, അല്ലെങ്കിൽ വി വിൽ ഡിസ്കസ് ഇറ്റ് ടുമോറോ. ശനിയാഴ്ച നമുക്ക് വാരിയേഷൻ്റെ ഒരു ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, അത് ഒരു കോമൺ ക്ലാസ് ആയിട്ട് ഉണ്ടാവും, കൊച്ചിൻ കോളേജിലെ കുട്ടികളുണ്ടാവും കേട്ടോ. ഓക്കെ, സോ ദിസ് എൻ ഇൻഡിപെൻഡൻറ്റ് ടോപ്പിക്. ഈവൺ ഇഫ് ദിസ് ഇസ് നോട്ട് കംപ്ലീറ്റഡ് വി ക്യാൻ അതിലേക്ക് മൂവ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഓക്കെ, സോ ഈ ഡെറിവേഷൻ ഒന്നുകൂടെ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് തറോ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് ഗ്രിഫിത്താണ്. ഗ്രിഫിത്തിൽ ഉള്ളതുപോലെ തന്നെ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയി കഴിഞ്ഞാൽ നോൺ ക്ലാസിക്കലിന് ഇതിലില്ല, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ റെക്കോർഡ് ചെയ്ത ക്ലാസ് ഇടാം. ഓക്കെ, നിർത്തട്ടെ. ഓക്കെ, സോ താങ്ക് യു.